ഇന്നത്തെ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അപ്പൊ അതുപോലെ തന്നെ ആദ്യം നമുക്ക് യു എസ് വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. യു എസ് വിപണിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട സൂചികകളിലെല്ലാം തന്നെ തുടർച്ചയായിട്ടുള്ളൊരു രണ്ടാം ദിവസവും ഒരു പോസിറ്റീവ് മൊമെന്റം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മെഗാ ക്യാപ് കമ്പനികളുടെ ഒക്കെ റിസൾട്ട് വരാനിരിക്കെ അതിനോടുള്ള എക്സ്പെക്ടേഷൻസ് തന്നെയാണ് ഇത്തരത്തിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് സൂചികൾ കടന്നു വന്നിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഡൗ ജോൺസ് ഏകദേശം 0.5% നേട്ടം രേഖപ്പെടുത്തി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്ക് 1.5% നേട്ടവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിപണികളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിലെ കഴിഞ്ഞ 2-3 സെഷൻസ് ആയിട്ട് കാണുന്ന ഈ ഒരു നേട്ടം, വി കനോട്ട് സേ ദാറ്റ് ഇതൊരു പുതിയ ബുള്ളിഷ് ട്രെൻഡിലോട്ട് നീങ്ങുന്നു സ്ഥിരീകരിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ 2-2.5 ആഴ്ചത്തോളം നീണ്ടു നിന്നൊരു വലിയൊരു കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ ഇടയായത്. അതിനെ തുടർന്ന് വാട്ട് വി ആർ നൗ സീയിങ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 38,800 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ കഴിഞ്ഞ 2 സെഷൻസിലായിരുന്നു നമുക്കൊരു നേട്ടം കിട്ടിയിരിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ 2 മേജർ റെസിസ്റ്റൻസ് 17,600 അതിനെ തുടർന്ന് 17,800. ഈ 2 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ഇൻ ദ നാസ്ഡാക്ക് ബുള്ളിഷായി മാറത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ അതുപോലെ തന്നെ ക്രൂഡിൽ ഇന്നിപ്പോൾ നേരിയ തോതിലുള്ള ഒരു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. WTI ക്രൂഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയി 83.32 എന്നൊരു നിലയിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രെന്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും ബ്രെന്റിനും സമാനമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമില് ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അൺസർട്ടനിറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5-8 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സോ ക്രൂഡിന്റെ കേസിൽ $80 വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു തിരിച്ച് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ്സിലോട്ട് കടക്കണമെങ്കിൽ $84 ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ബിറ്റ്വീൻ $80 and $84 ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ കുറെ നാളുകൾ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റെബിലൈസ് ചെയ്യുന്നു, നേരിയ തോതിലെങ്കിലും ഒരു സ്റ്റെബിലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിലവിൽ 0.29% ഇടിവിൽ ട്രോയ് ഔൺസിന് 2335.1 എന്നൊരു നിലയിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. ബട്ട് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് നമുക്ക് സ്വർണത്തിനെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയമായിട്ടുണ്ടെന്ന്. സോ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് 2 മേജർ സപ്പോർട്ട് ലെവൽസ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നത്. ആദ്യത്തെ 2,260 അതിനെ തുടർന്ന് $2,220. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വളരെ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ ഇൻട്രാഡേയിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 22,447.05 എന്ന നിലയിൽ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന വളരെ ഫ്ലാറ്റായി 22,368 എന്ന നിലയിലാണ്. ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് താങ്കൾ കാണുന്ന മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ട്രെൻഡ് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത്? നിഫ്റ്റി 50യുടെ കേസിലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് എ ഹെൽത്തി കറക്ഷൻ. ആൻഡ് കഴിഞ്ഞ 2 സെഷൻ നോക്കുമ്പോഴേക്കും 2 സെഷൻസിലും നമുക്ക് കാണാൻ സാധിച്ച ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം വി ഹാവ് സീൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സോ അതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൈഡ് വേസ്.
നിഫ്റ്റി 50യുടെ കേസിൽ വളരെ സ്ട്രോങ് ഒരു മൊമെന്റം വീണ്ടും നമുക്ക് ലഭിക്കണമെങ്കിൽ 22,500 പോയിന്റിന് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മേജർ റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് 22,150 പോയിന്റിൽ. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ടൊരു ട്രേഡിംഗ് പാറ്റേൺ തന്നെയാണ് ഇന്നലത്തെ ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത്. തുടക്ക നിമിഷങ്ങളിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി 48,302.7 എന്നൊരു നില വരെ ഉയരാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ നേട്ടമെല്ലാം നിലനിർത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റായി 47,970.45 എന്ന നിലയിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? See, Nifty Bank Index undertone continues to be bullish. നിഫ്റ്റി 50യെ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കഴിഞ്ഞ 2 സെഷൻസിലും നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും ആ ഒരു നേട്ടങ്ങൾ 2 ഇൻഡെക്സിനും നിലനിർത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മേജർ ആയിട്ടൊരു റെസിസ്റ്റൻസ് 48,400 പോയിന്റിലായിരിക്കും. ആൻഡ് മേജർ സപ്പോർട്ട് 47,100 പോയിന്റിലും. നൗ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് എൻ്റെ ഹെവി വെയ്റ്റ്സിലെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നിലനിൽക്കുന്ന സ്റ്റോക്ക് കണ്ടിന്യൂസ് ടു ബി HDFC ബാങ്ക്. ആൻഡ് HDFC ബാങ്കിന്റെ കേസിൽ വീണ്ടും ഒരു നല്ല ബൈയിങ് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1,540, 1,540. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ HDFC ബാങ്കിന്റെ കേസിൽ നമുക്കൊരു 100 രൂപയുടെ നേട്ടമെങ്കിലും ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്നിപ്പോൾ വരികയാണ്. ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഓഹരി കൂടിയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റായി 1,055 രൂപ എന്ന നിലയിലാണ്. ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇന്നിപ്പോ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിലൊരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആക്സിസ് ബാങ്കിന് ഒത്തിരി റെസിസ്റ്റൻസസ് കാണുന്നുണ്ട്. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 1,080, അതിനെ തുടർന്ന് 1,100, അതിനെ തുടർന്ന് 1,130 രൂപയിലും. സോ ഈ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആക്സിസ് ബാങ്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. സർ, അതിനോടൊപ്പം തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സെഗ്മെന്റിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിൽ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പാദഫലങ്ങൾ ഇന്ന് വരാനിരിക്കുകയാണ്. ഓഹരിനെ സംബന്ധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരിക്ക് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ഓഹരി കൂടിയാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.35% നേട്ടത്തിൽ 609.7 എന്ന നിലയിലായിരുന്നു. പ്രത്യേകിച്ച് മാർച്ചിലേക്ക് എത്തുമ്പോൾ വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തി ഒരു 52 ലോയിലേക്ക് വരെ എത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഏതെങ്കിലും തരത്തിലൊരു ലോ റിസ്ക് നിക്ഷേപ അവസരം താങ്കൾ കാണുന്നുണ്ടോ? AU ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ദ സ്റ്റോക്ക് ഇസ് ട്രൈങ് ടു മേക്ക് എ റിക്കവറി. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 640 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും നമുക്ക് 40 രൂപയുടെ ഗെയിൻസ് എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഇക്വിറ്റാസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും സമാനമായിട്ടൊരു സ്ഥിതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജനുവരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി എങ്കിൽ പോലും പിന്നീട് വലിയ തോതിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ഓഹരി കൂടിയാണ് ഇക്വിറ്റാസ്. ഇക്വിറ്റാസിന്റെയും പാദഫലങ്ങൾ ഇന്ന് വരാനിരിക്കുകയാണ്. ഇന്നലെ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2% നേട്ടത്തിൽ 100.4 എന്നൊരു നിലവാരത്തിലാണ്. ഇക്വിറ്റാസുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇക്വിറ്റാസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. ആൻഡ് ഇക്വിറ്റാസിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 102 രൂപ. 102ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ബുള്ളിഷ്നെസ് വരും. ആൻഡ് 102ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 109, അതിനെ തുടർന്ന് 116 രൂപയിലും ആയിരിക്കും.
സർ, അതിനോടൊപ്പം തന്നെ സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നലെ സൂര്യോദയ 1.25% ഇടിവ് രേഖപ്പെടുത്തി 209.2 എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൂര്യോദയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ AU ബാങ്ക് ആൻഡ് ഈക്വിറ്റാസ് അപേക്ഷിച്ച് നമ്മൾ സൂര്യോദയ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും സൂര്യോദയയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. സോ ഇന്നലെ മെഞ്ഞാന്നും നമ്മൾ സൂര്യോദയയുടെ കേസിൽ കണ്ടത് വാസ് ഓൺലി എ റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സൂര്യോദയയുടെ കേസിൽ 195 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ അടുത്ത 2 സെഷൻസിൽ ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച് എവിടെ ആ സപ്പോർട്ട് വരുന്നതെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സർ, അതിനോടൊപ്പം തന്നെ മുത്തൂറ്റ് മൈക്രോഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. മുത്തൂറ്റ് മൈക്രോഫിൻ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.88% നേട്ടത്തിൽ 241.7 എന്നൊരു നിലയിലായിരുന്നു. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 26 രേഖപ്പെടുത്തിയ 281 രൂപ എന്നതായിരുന്നു. വിപണിയിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ അധികകാലമായിട്ടില്ല. എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ മാർച്ച് 13 രേഖപ്പെടുത്തിയ 196 രൂപയാണ്. മുത്തൂറ്റ് മൈക്രോഫിനുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? So Muthoot Finance, microfinance കേസിൽ വി ആർ സീയിങ് ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് കമ്മിങ് ഇൻ. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 230 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 248, അതിനെ തുടർന്ന് 255, അതിനെ തുടർന്ന് 265. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ക്രൂഡിന്റെ വിലയിൽ കാര്യമായൊരു ബുള്ളിഷ് മൊമെന്റം കീപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പെയിന്റ് മേഖലയാണ്. പെയിന്റിൽ തന്നെയും ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.13% നേട്ടത്തിൽ 2874 രൂപ എന്നൊരു നിലയിലായിരുന്നു. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന 3568 രൂപയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ 19 ഒരു 52 വീക്ക് ലോയിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു 2766.15 എന്ന നിലയിൽ. ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? സോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ അനിൽ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചതുപോലെ കനത്ത ഒരു കറക്ഷൻ, കനത്ത ഒരു സെല്ലിംഗ് ആയിരുന്നു കഴിഞ്ഞ 5-8 മാസത്തിനിടെ ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് തുടരുന്നത്. ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഫൈനാൻഷ്യൽസാണ്. ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി ലീഡർ ആൻഡ് ഐ ലൈക്ക് ദിസ് കമ്പനി വെരി മച്ച്. സോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 2885 രൂപയിലാണ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 3080 രൂപയിലാണ്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ലെവലിൽ നിന്നും വീണ്ടും 200 മുതൽ 250 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 90.6 എന്നൊരു നിലയിലായിരുന്നു. എന്നാൽ ജനുവരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു 52 വീക്ക് ഹൈ നിലവാരമായ 124.35 എന്നതിന് ശേഷം കഴിഞ്ഞൊരു 3 മാസമായിട്ട് ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? So Madras Fertilizers, Rashtriya Chemicals and Fertilizers, National Fertilizers, FACT, ഈ സ്റ്റോക്സ് എല്ലാം പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസാണ്. ആൻഡ് ഈ 4 സ്റ്റോക്സും നമുക്ക് കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ നല്ല നേട്ടം നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ദീസ് സ്റ്റോക്സ് ഹവ് ബീൻ അണ്ടർഗോയിങ് ഹെവി സെല്ലിംഗ് ആൻഡ് ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ബട്ട്
കഴിഞ്ഞ 2 വീക്സ് 2 ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിലൊക്കെ തന്നെ നല്ല തോതിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സ്പെസിഫിക്കലി മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ 93 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ലഭിക്കും. ആൻഡ് അതിൽ ഇപ്പൊ എൻ്റെ ഇടയ്ക്ക് മദ്രാസ് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഐ വിൽ ഓൾസോ ഗിവ് യു ദ വ്യൂ ഓൺ രാഷ്ട്രീയ കെമിക്കൽസ്. രാഷ്ട്രീയ കെമിക്കൽസിന്റെ കേസിൽ 148 മുതൽ 150 ഈ ഒരു റേഞ്ചിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. കേരള ബേസ് FACTയുടെ കേസിൽ 703 രൂപയിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അത് ആദ്യമായി അദാനി വിൽമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വയറിയാണ് വന്നിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു 1% നേട്ടത്തിൽ 342.1 എന്ന നിലയിലായിരുന്നു. അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ അഡാനി വിൽമറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മറ്റ് അഡാനി സ്റ്റോക്സിന്റെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് കൺസോൾട്ടേഷൻ. ബട്ട് മറ്റ് അഡാനി സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഈ ഒരു സ്റ്റോക്കിൽ വി ആർ സീയിങ് ഗ്രാജുവലി ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ട്. 360 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ ONGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയി 276.75 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ONGCയുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ONGCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 4 സെഷൻസിൽ വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ദ ഫസ്റ്റ് മേജർ റെസിസ്റ്റൻസ് 282 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 290, അതിനെ തുടർന്ന് 305 ആയിരിക്കും റെസിസ്റ്റൻസസ്. സർ, അരുൺ എന്ന പ്രേക്ഷകൻ സിർമ SGS ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിൽ 467 രൂപ എന്നൊരു നിലയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിർമയുമായി ബന്ധപ്പെട്ട് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സിർമയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 458. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. സോ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, അലക്സ് എന്ന പ്രേക്ഷകൻ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% നേട്ടത്തിൽ 125.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡ്ഫിനയിൽ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ അവസരം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനുള്ള കുറച്ചു നേരം മുൻപ് എൻ്റെ അടുക്കെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഫെഡ്ഫിന, മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ ഏകദേശം ഒരേ ടൈം പീരീഡിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം ഈ സ്റ്റോക്സിലൊക്കെ നമ്മൾ കനത്ത ഒരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്. അറ്റ് ദിസ് മൊമെന്റ് ആ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ അവസാനിച്ച് ഈ 2 സ്റ്റോക്സിലും നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 117 രൂപയിൽ ഒരു സപ്പോർട്ട് ലെവൽ ആസ് എ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 130, അതിനെ തുടർന്ന് 135, അതിനെ തുടർന്ന് 142, പിന്നീട് 150 രൂപയിൽ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ സുമേഷ് ചോദിച്ചിരിക്കുന്നത് KPIT ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തലാണ്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% ഇടിവിൽ 1372.9 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. KPITയുമായി ബന്ധപ്പെട്ട് ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? Unfortunately, KPITയുടെ ഷോർട്ട് ടേം ട്രെൻഡ് has turned bearish. ആൻഡ് വളരെ ഒരു ഹൈ ചാൻസ് കാണുന്നുണ്ട് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറാൻ.
സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 1350 അതിനെ തുടർന്ന് 1310 രൂപയിലും. ഈ 2 സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഈ 2 സ്റ്റോക്സിലും തിരിച്ചൊരു ബുള്ളിഷ്നെസ് ഫോം ചെയ്യുമെന്ന്. സോ ദ ഡൗൺ സൈഡ് റിസ്ക് വളരെ ഹൈ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സർ, രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ ടാറ്റ ടെലി സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 9% നേട്ടത്തിൽ 85 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 15 രേഖപ്പെടുത്തിയ 109.1 ആണ്. ടാറ്റ ടെലി സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? സോ ടാറ്റ ടെലി സർവീസസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒക്കെ മികച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രം എ പ്യുവർ സ്പെക്കുലേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ അത്രയും ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 90 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 90ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 95-ഉം അതിനെ തുടർന്ന് 100-ലും 105-ലും ആയിരിക്കും റെസിസ്റ്റൻസസ്. സർ, മല്ലിക എന്ന പ്രേക്ഷക NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.5% നേട്ടത്തിൽ 89.8 എന്ന നിലയിലായിരുന്നു. NHPCയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So NHPCയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 94 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാലേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വറി കൂടി വന്നിട്ടുണ്ടായിരുന്നു. അദാനി ടോട്ടൽ ഗ്യാസ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.38% നേട്ടത്തിൽ 922 രൂപ എന്നൊരു നിലയിലായിരുന്നു. അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ അദാനി ടോട്ടൽ ഗ്യാസിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് സൈഡ്വേസ്. അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കുന്നില്ല. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാലേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ് റെസിസ്റ്റൻസ് ടു ബി ബ്രോക്കൺ. ഷിബു എന്ന പ്രേക്ഷകൻ വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% ഇടിഞ്ഞ് 377.15 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? വേദാന്തയുടെ ചാർട്ട് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ. മറ്റ് മെറ്റൽ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കണ്ട നേട്ടത്തിനെ തുടർന്ന് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഇൻ ദ കേസ് ഓഫ് വേദാന്ത ഓൾസോ. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ഇതിനെ അപേക്ഷിച്ച് നിരവധി സ്റ്റോക്സ് ഉണ്ട് വേർ ദ റിസ്ക് ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി സ്മോൾ. സോ ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ജിബിൻ തരക് എന്ന പ്രേക്ഷകൻ റെയ്മണ്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിൽ 2079.75 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെയ്മണ്ടുമായി ബന്ധപ്പെട്ട് ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? റെയ്മണ്ടിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഈ കമ്പനിയുടെ മാനേജ്മെന്റിൽ ഐ എം പേഴ്സണലി വളരെ കംഫർട്ടബിൾ അല്ല. ബട്ട് ഫ്രം എ പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് അടുത്ത മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 2240 രൂപയിലാണ്. സർ, അമീർ എന്ന പ്രേക്ഷകൻ എംടാ ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% നേട്ടത്തിൽ 1860.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എംടാ ടെക്നോളജീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ എംടാർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് കഴിഞ്ഞ 4-5 മാസത്തിനിടെ കനത്ത സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബോത്ത് ബെയറിഷ്. നമ്മളൊരു പ്യുവർ സ്പെക്കുലേഷൻ ഒരു ഹൈ റിസ്ക് ട്രേഡിന് ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് 1885 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2000-ഉം അതിനെ തുടർന്ന് 2120 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസസ്.
സർ, അതിനോടൊപ്പം തന്നെ ഷാജി എന്ന പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 930.4 എന്ന നിലയിലാണ്. തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? So Tanlയുടെ long and short term trend are both bearish. At this moment നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 1045 റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടട്ടെ, അതിനുശേഷം വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സജി എന്ന പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 14% നേട്ടം നൽകി 1261 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്നലെ റെക്കോർഡ് ഓൾ ടൈം ഹൈയിലായിരുന്നു ക്ലോസ് ചെയ്തത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻ. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്ത മേജർ റെസിസ്റ്റൻസ് 1330, അതിനെ തുടർന്ന് 1400 രൂപയിലായിരിക്കും. അതിനോടൊപ്പം തന്നെ സ്റ്റെഫിൻസൺ എന്ന പ്രേക്ഷകൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 64.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Bank of Maharashtra, Central Bank of India, IOB, Punjab and Sindh Bank, ഈ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കൊക്കെ കാഴ്ചവെക്കുന്നത് ഇസ് എ സൈഡ് വേസ് പാറ്റേൺ. സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സ്പെസിഫിക് കേസിൽ 65.25 രൂപ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ വി ക്യാൻ എക്സ്പെക്ട് സം ഗുഡ് ഗെയിൻസ്. അതിനോടൊപ്പം തന്നെ അവസാനമായി മധു എന്ന പ്രേക്ഷകൻ ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% നേട്ടത്തിൽ 224.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ സിമെന്റ്സുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ സിമെന്റ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലോ റിസ്ക് ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കത്തില്ല. ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അതിനൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.